എന്നാൽ പിന്നെ ഞാനൊരു യാത്രയിലാണ്. നാളെ അവിടെ ചെന്നിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കാം. എല്ലാം സർപ്രൈസ് അല്ല, അതല്ലേ നല്ലത്. പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഒരു കാര്യവും നടക്കാറില്ല, പറയുന്ന കാര്യങ്ങളൊക്കെ. മറ്റേത് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഡീപ്പായവരോടൊക്കെ പറയും. ഡീപ്പായ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, എപ്പോഴും ഉണ്ട് കേട്ടോ. അതവരങ്ങനെ എന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 5 പേരുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഡീപ്പ് ഒന്നേ ഉള്ളൂ, മനസ്സിലായോ? ഡീപ്പ് ഒന്നും ഞാൻ കോമഡി പറഞ്ഞാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെങ്കൊച്ചു. മറ്റേത് രണ്ടെണ്ണത്തിനെ ഒന്നിനെ സഹതാപം എന്ന് പറയാം, മനസ്സിലായോ? എന്തോ ഞാൻ വിചാരിച്ചത് അത് സഹതാപം അർഹിക്കുന്നുണ്ട്, ഒന്നൊരിക്കലുമല്ല, 1% പോലും അത് അർഹിക്കുന്നില്ല. അപ്പം ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സർക്കിളിൽ അങ്ങനെ നിന്നു. ഒരാളെ കരുതിയിട്ടാണ് അങ്ങനെ നിന്നത്. അപ്പം എന്തിനെ ആളെ കരുതിയിട്ട് നിന്നിരിക്കും? കാരണം ആളെന്നെ ഹെൽപ്പ് ചെയ്ത്, പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്കത് ഒരിക്കലും മറക്കാൻ കഴിയില്ല, മരിക്കുന്നവരെ മറക്കാൻ കഴിയില്ല. ആളുടെ ഡയലോഗിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നെ അങ്ങനെ ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അതിന് വലിയ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയാമെന്നുള്ള പറഞ്ഞു തന്നു എന്നൊക്കെയാണ്. മനസ്സിലായത്? കരയുന്നതൊന്നുമില്ല. ഇനി കണ്ടിട്ട് വിചാരിക്കും ഞാൻ കരയുന്നതെന്നോ. എൻ്റെ മൈൻഡ് അങ്ങനെയാണ്. എന്നെ നോ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട തന്നെയാണ്, അതിന് മരണം വരെ. പക്ഷെ ചെയ്ത ഹെൽപ്പ് ഒരിക്കലും മറക്കില്ല. അതിപ്പോൾ തിരിച്ച് എന്നോട് അതുപോലെ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു കൊടുക്കും. എന്ത് ഹെൽപ്പ് ചോദിച്ചാലും ചെയ്തു കൊടുക്കും. പക്ഷേങ്കിൽ മിണ്ടില്ല. വേണ്ടാന്ന് വിചാരിച്ച ആൾ പോയതല്ലേ, അപ്പം അത് വേണ്ടാതെ തന്നെ ഇരിക്കട്ടെ. വേണ്ടാന്ന് ലൈഫിൽ പോയവരെല്ലാം വേണ്ടാതെ തന്നെ ഇരിക്കണം. അങ്ങനെയാണ് എൻ്റെ കാഴ്ചപ്പാട്. നല്ലതല്ല എന്നറിയാം, പക്ഷേങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു ഒപ്പീനിയൻ ഇല്ലേ. പിന്നെ എന്താ എന്നോട് വന്ന് ചോദിച്ചത്? നട്ടലുള്ളവരൊക്കെ എന്നോട് നേരിട്ട് വാ, കുറേ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ഞാൻ തീർത്ത് തരുന്നതായിരിക്കും. നമുക്ക് സ്റ്റേഷനിലിരിക്കാൻ വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വരണം. നമുക്ക് പോലീസ് സ്റ്റേഷനിലിരിക്കാൻ അവിടെ റൂമൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ഫാനുണ്ട്, AC ഇല്ല കേട്ടോ, CCTV ഉണ്ട്. നമ്മുടെ ഡൗട്ടുകളും എല്ലാം അവിടെ ഇരുന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർ കേസ് എടുക്കുള്ളൂ. എനിക്കൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലേ കേസ് എടുക്കുള്ളൂ. തർക്കങ്ങളിൽ അവർ തീർത്ത് തരും. ധൈര്യമായിട്ട് പോരും. പിന്നെ അപ്പം ചോദിക്കും, നിൻ്റെ മറ്റവരൊക്കെ ഇവരാണോ എന്നൊക്കെ. എനിക്ക് ഞാൻ ആരാ എന്താണെന്നൊന്നും പോലും നിങ്ങൾക്കറിയില്ലല്ലോ. കൂടെ പഠിച്ചവരോട് ഞാൻ അധികം അങ്ങനെ പറഞ്ഞിട്ടില്ല.